ഹെൻറി, അവനെവിടെ? ഇതായിരിക്കുന്നു. ആള് കലിപ്പിലാവനെ. എന്നോടൊരക്ഷരം വേണ്ടിയിട്ടില്ല. കിട്ടാനുള്ളതൊക്കെ കയ്യോടെ വാങ്ങിച്ചോ. പിന്നെ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോവാ, എനിക്കിതിൽ റോളില്ല. ഡാ പോവല്ലടാ. ഞാൻ എങ്ങനെയാണെന്ന് തണുപ്പിക്കുക? അത് നിനക്ക് മാത്രമേ പറ്റൂ. ഡാ പിന്നെ രണ്ടുപേരോടും കൂടിയാ. അപ്പുറത്തൊക്കെ നെയ്വേഴ്സ് ഉള്ളതാ. ബി കെയർഫുൾ. പറയിപ്പിക്കരുത്. പോടാ. ഹലോ മാഷേ, എന്റെ പൊന്നു ഷാനു, നീ ഇപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എടാ ലിസ, അവളുടെ ക്യാരക്ടർ നിനക്ക് അറിയാലോ. എന്റെ ക്യാരക്ടർ നിനക്കും അറിയാലോ. അറിയാം, അതുകൊണ്ടല്ലേ ഞാനൊന്നും മിണ്ടാഞ്ഞേ. അവളാരാ എന്നോട് ചൂടാവാൻ? ഞാൻ നിന്നെ ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ തല്ലിയെന്നും വരും. അവളാരാ അതൊക്കെ ചോദിക്കാൻ? അവൾക്കെന്നല്ല, ഈ ലോകത്ത് അതിനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാനാ നിന്റെ പ്രൊട്ടക്ടർ, അല്ലാതെ അവളല്ല. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ. അതെങ്ങനെയാ? അത് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. അപ്പം നിന്റെ ഒരു സെന്റിമെന്റ് സ്റ്റോറി ആയിട്ട് വന്നോളൂ. അതുകൊണ്ടാ നിങ്ങൾ തമ്മിലുള്ള റൂമേഴ്സ് ഇത്രയും സ്പ്രെഡായി. എടാ ഒക്കെ ശരിയാ, അത് ഞാൻ പറയുന്നത് നീ ആദ്യം സമാധാനത്തോടെ കേൾക്ക്. നിന്റെ ആ സെന്റിമെന്റൽ സ്റ്റോറിയോ അത് ഇനി എനിക്ക് കേൾക്കണ്ട. ഓ ഇവനെ കൊണ്ട്. ഇനി ഞാൻ പറയുന്നതൊന്ന് കേൾക്കാവോ? പറ. ദേ നീ ഇങ്ങ് നോക്കിയേ. ഈ ലിയോ വിൻസൻ എന്ന് പറയുന്ന ഈ ഞാൻ ഈ ദർശന്റെ മാത്രമാണ്. അത് അന്നും ഇന്നും ഇനി അങ്ങോട്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അത് എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ എൻ്റെ ചെക്കൻ ഇത്ര ദേഷ്യം? അത് പിന്നെ നീയോ അവളും ആ ലോബിയിൽ നിന്ന് കൊഞ്ചു സംസാരിക്കുന്ന കണ്ടപ്പോൾ, പിന്നെ അവിടെയുള്ള സ്റ്റാഫൊക്കെ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, പെർഫെക്റ്റ് കപ്പിളാണ് എന്നൊക്കെ പറയുന്നത് കൂടി കേട്ടപ്പോൾ എനിക്കെന്തോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓ അപ്പോൾ അതാണല്ലേ കാര്യം. നിനക്ക് പെർഫെക്റ്റ് മാച്ചായിട്ട് ഞാൻ മാത്രം മതി. ആ സ്ഥാനത്ത് വേറെ ആരും വേണ്ട. തമാശക്ക് പോലും അങ്ങനെയല്ല എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ പൊന്നു മാഷെ, ഈ ലോകത്ത് എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ അവരാരുമല്ല. എൻ്റെ ആൻസർ എന്താണെന്ന് നിനക്കറിയാലോ. ഈ ലോകത്തെന്നല്ല, ഈ യൂണിവേഴ്സിൽ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് ഞാനും. അത് ഫോർ എവർ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ലിസയുടെ കാര്യം എപ്പോഴും നിന്നോട് പറയാറുള്ളത് പോലെ തന്നെ, ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ. അവൾക്ക് ഞാനൊരു ബ്രദറിന്റെ സ്ഥാനത്താണ്. ഒരു ഓർഫണായ അവൾക്ക് ഇന്ന് ഈ ലോകത്ത് ഫാമിലി എന്ന് പറയാൻ ഞാനും പപ്പയും ഹെൻറിയും പിന്നെ അവളുടെ ആ ബോയ് ഫ്രണ്ടും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര പ്രൊട്ടക്റ്റീവ് ആവുന്നത്. നീ നോക്കിക്കോ, നമ്മളുടെ കാര്യം അറിയുമ്പോൾ അവളായിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത്. പിന്നെ റൂമർസ്, നിനക്കറിയാലോ, അവളുടെ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കിയാൽ പിന്നെ എല്ലാ ലവന്മാരും എൻ്റെ പിറകെയാവും. ഇപ്പൊ ഈ റൂമർസ് ഉള്ള കാരണം അധികാരം എൻ്റെ അടുത്ത് അങ്ങനെ ഫ്ലേർട്ട് ചെയ്യാനോ പ്രൊപ്പോസ് ചെയ്യാനോ എന്നെ അപ്രോച്ച് ചെയ്യാറില്ല. എന്നിട്ടും ചിലർ വരുന്നുണ്ട്. എന്നാലും അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഈ റൂമർസ് ഉള്ളതുകൊണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പൊ അതൊരു പുതിയ ഒന്നുകൂടെ. ഏതോ ഒരു റോഡറിയ ഞങ്ങൾ രണ്ടുപേരും സീക്രട്ട്ലി മാരേജ് കപ്പിൾസ് ആണെന്നോ പറയുന്നത്. ആ കൊച്ചിനോട് ഇന്നേ വരെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ അറ്റൻഡ് ചെയ്ത ഏതോ ഒരു ഇവന്റിന് അവളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത്ര. ആ കൊച്ചാണേൽ എൻ്റെ ഒരു ഡൈഹാർട്ട് ഫാനും. അതാണ് ഇപ്പൊ എല്ലാവരും കൂടെ മാരേജ് വരെ എത്തിച്ചത്. നിനക്ക് നല്ലപോലെ അറിയാവുന്നതല്ലേ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഇമ്മാതിരി റിസ്ക് ഒക്കെ. ഇത്രയും വർഷം നമ്മളിത് ഒരുമിച്ചല്ലേ ഫേസ് ചെയ്തത്. സോ ഇനിയും അങ്ങനെ തന്നെയാവും. ഓക്കെ. പിന്നെ ഈ റൂമേഴ്സിനൊക്കെ ഇനി അധികകാലം ആയിട്ടില്ലല്ലോ. എന്റെ റിയൽ പാർട്ട്ണർ ആരാണെന്ന് അനൗൺസ് ചെയ്യുന്ന ആ സ്പോട്ടിൽ തീരും ഇവരുടെയൊക്കെ റൂമേഴ്സ്. പിന്നെ എന്റെ ഈ ഹോട്ട് ആൻഡ് ആൻസം മാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള ആരും തന്നെ ഇല്ലടോ. അപ്പോ അവരെല്ലാരും പറയും ഞാൻ എന്ത് ലക്കിയാണെന്ന് നിന്നെ എന്റെ ലൈഫ് പാർട്ട്ണറായി കിട്ടി. പിന്നെ ഈ അരഗൻ ആൻഡ് അൺടച്ചബിൾ സിയുടെ ഉള്ളില് ഒരു മാടപ്രാവിന്റെ മനസ്സുകൂടെ ഉണ്ടെന്നറിഞ്ഞ, അയ്യോ, അത് നീ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. അല്ലേ എന്റെ ഈ ചെക്കനെ കൊത്തിക്കൊണ്ടുപോകാൻ ആളുകൾ ക്യൂ നിൽക്കും. നീയേ എന്റെയാ, എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. ഓ
താങ്ക് ഗോഡ്, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. താങ്ക്സ് ടു യു. നീ അല്ലേ എൻ്റെ ഹാപ്പിനെസ്. ഓ ക്രിഞ്ച്. ഓ, അപ്പൊ നീ ഇത്രയും പറഞ്ഞതൊക്കെ പിന്നെ എന്താ, മഞ്ചാണോ? എനിക്ക് കുറച്ച് പോസസീവ്നെസ് ഉണ്ടെന്ന് കരുതി. കുറച്ചോ? ആ, കുറച്ചധികം എന്ന് കരുതി ഞാനൊരു സംശയരോഗിയോ അല്ലെ നിന്നെ വിശ്വാസമില്ലാത്ത ആളോ അല്ല. ഐ ട്രസ്റ്റ് യു മോർ ദാൻ മൈ സെൽഫ്. നീ ഈ കാര്യങ്ങളൊക്കെ 1000 വട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഐ നോ ദാറ്റ് നീ എൻ്റെ മാത്രമാണെന്നുള്ളതും നിനക്ക് ഞാൻ ആരാണെന്നുള്ളതും എന്താണെന്നുള്ളതും. പക്ഷേ എന്തോ എനിക്കത് ഇടയ്ക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാ. അതുകൊണ്ടാ. അതെനിക്കറിയാലോ മോനെ. ഈ ലോകം മൊത്തം കേൾക്കെ നീ എൻ്റെ മാത്രമാണെന്ന് പറയാനുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാനിപ്പോ കാത്തിരിക്കുന്നത്. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എനിക്ക് ഈ ലോകത്തോട് മൊത്തം പറയണം, മോസ്റ്റ് ഹാൻസം മാൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഈ മുതല് ഈ ദർശന്റെ മാത്രമാണെന്ന്, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന്. എനിക്കും ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ സപ്പോർട്ടിംഗ് പില്ലർ. പിന്നെ ഒരു കാര്യം എനിക്ക് തിരുത്തി കൊടുക്കുകയും വേണം. എൻ്റെ ഈ ഹോട്ട് ആൻഡ് ഹാൻസം മാനേക്കാളും ഹാൻസം ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഓഹോ, അത്രക്കങ്ങ് വേണോ? പിന്നെ അല്ലാതെ. ആൻഡ് ദാറ്റ് ഡേയ്സ് ആർ കമ്മിങ് സൂൺ. ആ പിന്നെ ലിസ നിനക്ക് സിസ്റ്ററൊക്കെ തന്നെ ആയിരിക്കാം. ഞാനും അവളെ എൻ്റെ സിസ്റ്ററായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് കരുതി കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള സംസാരമൊന്നും വേണ്ടട്ടോ. ഓ ശരി, എൻ്റെ പോസസീവ് സിഇഒ. ഇന്നലെ ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഓടെ തെണ്ടി. അമർ, എല്ലാം ഓക്കെ അല്ലേ? സോറിടാ നിന്നെ മനസ്സിലാക്കാത്തതിന്. നീ എത്രമാത്രം ലിയെ സ്നേഹിച്ചിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. സോറി, നോട്ട് ദി കംപ്ലീറ്റ് സ്റ്റോറി. ലിയോ, എന്തിൻ്റെയൊക്കെ സാഹചര്യത്തിൻ്റെ പേരിലാണ് നീ ഇവനെ ഇട്ടിട്ട് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല. ചിലപ്പോൾ നിനക്കതിൽ നിൻ്റെതായ ശരികളുണ്ടാകാം. പക്ഷേ എന്തു തന്നെ ആയാലും നിന്റെ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ദർശൻ. Amar, past is past, so please leave it. And now only focus on this project. In evening a event, so don't mess up. I'm sorry, and don't worry, it's all set. പക്ഷേ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇത് എൻ്റെ ഒരു സജഷനാണ്. നമുക്ക് മീറ്റിംഗ് ഹാളിലോട്ട് ഇരുന്നാലോ?
ചുമ്മാ ഇരി. ഇപ്പോഴും പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്, ബട്ട് ഐ ക്യാൻ മാനേജ്. പിന്നെ താങ്ക്സ് ഫോർ ദി പെയിൻ കില്ലർ. നോ മെൻഷൻ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി ഫോർ മൈ മാൻ. മോഡൽസിന്റെ റാം വാക്കിന് ശേഷം ഫൈനൽ റാം വാക്ക് നമുക്ക് ലിയോയും ലിസയും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്താലോ? അവൾ കൊറിയയിൽ വന്നതും ലിയോയുടെ കൂടെയുള്ള ഇന്നലത്തെ ഇൻട്രാക്ഷനും ഒക്കെ ട്രെൻഡിങ്ങിലാ. സോ അവളെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ തോന്നും. ആൻഡ് ദാറ്റ്സ് മോർ ബെനിഫിറ്റ് ഫോർ അവർ ഷോ. ഐ നോ നിനക്ക് അവൾ ഒട്ടും പിടിച്ചിട്ടില്ലെന്ന്, ബട്ട് പ്ലീസ്, ഞങ്ങൾ അവളോട് ഓൾറെഡി ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതാ ആൻഡ് ഷീസ് ഓക്കെ വിത്ത് ദാറ്റ്. അവൾ ഈ ഷോയിലൊരു പാർട്ടാവുന്നതിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ എന്തിനാ ലിയുമായി ഒരു കപ്പിൾ റാം വാക്ക്? അങ്ങനെ ഒരു സ്പെഷ്യൽ റാം വാക്കിൻ്റെ ആവശ്യമുണ്ടോ? ഐ എം നോട്ട് ഓക്കെ വിത്ത് ദിസ്. പിന്നെ ഫൈനൽ റാം വാക്ക് വരുന്നത് സ്പോൺസറിൻ്റെ കൂടെ അല്ലേ? അതെ, പക്ഷേ നീ ഇന്നേ വരെ മോഡൽസിൻ്റെ കൂടെ റാം വാക്ക് ചെയ്യാറില്ലല്ലോ. നിനക്ക് പകരം നമ്മൾ ഡിസൈനേഴ്സിനെയല്ലേ റീപ്ലേസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ലിയുടെ കൂടെ ആകുമ്പോൾ ഐ നോ നീ ഒട്ടും സമ്മതിക്കില്ലെന്ന്. ഇതൊരു ഡിഫറെൻറ്റ് വേ ഓഫ് എൻഡിങ് ആവുകയും ചെയ്യും. അതേ ദർശൻ, നമുക്കിത് ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. നമ്മുടെ ഷോക്ക് കുറച്ച് പബ്ലിസിറ്റി കൂടുതൽ കിട്ടും. നോ, അത് വേണ്ട. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് എൻഡിങ് അല്ലേ? ലിയോയുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തോളാം. വാട്ട്? നീ ലിയോയുടെ കൂടെ? ഐ മീൻ, ആർ യു ഷുവർ അബൌട്ട് ദിസ്? യാ, ആൻഡ് നീ തന്നെയല്ലേ പറഞ്ഞ് എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് ബിസിനസ്സിൽ വലിച്ചിടരുതെന്ന്. ഈ ഷോ കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻഡ് വൺ തിങ്, ചീപ്പായിട്ട് റൂമറസ് വിറ്റിട്ടുള്ള ഒരു പോപ്പുലേഷനും എനിക്കോ എൻ്റെ കമ്പനിക്കോ വേണ്ട. നിന്റെ ചെക്കൻ ഒട്ടും പൊസസീവ് ഇല്ലല്ലേ? കമ്പനിക്ക് വേണ്ടി പോലും മണ്ണാൻ ഘട്ടം. മിണ്ടാതിരിയടാ. And finally, we are ending this show with a special ram walk. This is the first time in the history of Phoenix Group, the CEO and also the sponsor of this show, Darshan Davis, is joined on the ram with model. And we are honorably welcome to our special guest, world #1 model Lee, and our sponsor, one of the best CEO in our country, Darshan Davis, together on the ram. ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്. ഷോ മൊത്തത്തിൽ മാറി. ഇറ്റ്സ് മാസീവ് സെൽ. ആൻഡ് നിങ്ങളുടെ രണ്ടുപേരെയും ആ റാം വാക്ക് ഉണ്ടല്ലോ, അത് ഷോയുടെ എൻറ്റയർലി ഫേസ് തന്നെ മാറ്റിക്കളഞ്ഞു. ഇപ്പം നിങ്ങളാ ട്രെൻഡിങ്ങിൽ. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ ആ കോളേജ് ലൈഫ് ഓർമ്മ വന്നേ.
അന്നും നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ കയറിയ പിന്നെ കോളേജ് മൊത്തം നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റവും ഇല്ല. മറിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടിയിട്ടേ ഉള്ളൂ. അന്ന് കോളേജ്, ഇന്ന് വേൾഡ് മൊത്തത്തിൽ. അന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതാ ഇന്ന് വ്യൂവേഴ്സിനല്ലാതെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ അടിപൊളിയാണെന്ന്. ആൻഡ് പിന്നെ ആ പഴയ നെയിം വിൽ ബി ബാക്ക് ടു ദി പവർ കപ്പിൾ. ഓ സോറി ഡാ, ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോയതാ. ദർശൻ, അറിയോ? ഓക്കെ, യാ, വൈ നോട്ട്? ഡാ, എനിക്കറിയാം നിനക്ക് പഴയ കാര്യങ്ങൾ ഓർക്കാനോ അവന് ഫേസ് ചെയ്യുന്നതോ ഇഷ്ടമല്ലെന്ന്. ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നീ ലിയോയുടെ കൂടെയുള്ള ഈ ഒരു കോൺട്രാക്റ്റിന് സമ്മതിച്ചതെന്നും. ആൻഡ് ഐ എം സോറി ഡാ. ആരുടെ മുന്നിലാണോ നീ നിന്റെ കമ്പനി സക്സസ് ആയി എന്ന് പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അയാളുടെ ഹെൽപ്പ് തന്നെ ഞങ്ങൾ കാരണം നിനക്ക് ചോദിക്കേണ്ടി വന്നു. വി ആർ റിയലി സോറി. നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ അതാലോചിച്ച് വെറുതെ ഡെസ്പാവണ്ട. ആൻഡ് ദാറ്റ്സ് മൈ പേഴ്സണൽ. ഇപ്പോൾ നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാം. ഇതെന്താ ഇത് ദർശ? എന്ത്? ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താന്ന്? മീഡിയാസിലൊക്കെ എന്തൊക്കെയാ വരുന്നതെന്ന് വല്ലതും നിനക്കറിയോ? സോ വാട്ട്? അതിന് പപ്പയ്ക്ക് ഇപ്പം എന്താ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നീ ആ കഴിവുകാരുടെ കൂടി കാണിച്ചു കൂടിയതിനൊക്കെ ഞാനും കൂടി സമാധാനം പറയണ്ടേ? പലരും എന്നോട് വിളിച്ചാൽ ചോദിക്കുന്നേ എൻ്റെ മകനൊരു ഗേ ആണോന്ന്. ഓരോരുത്തരുടെ ചോദ്യം കേൾക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോവുക. നിന്നോട് അവൻ ചെയ്തതൊക്കെ നീ മറന്നു ഇത്ര പെട്ടെന്ന്? പപ്പ, മൈൻഡ് യുവർ ലാംഗ്വേജ്. പിന്നെ ആ ചോദിച്ചവരോടെല്ലാം പോയി പറഞ്ഞേക്ക്, യെസ് ഐ ആം ഗേ ഫോർ ഹിം. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ളത് അത് എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. പപ്പ ചെല്ലാൻ നോക്ക്. ഹലോ, ഇനിയും ദർശനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. തീർത്തേക്കവനെ. കഴിഞ്ഞോ? ഓക്കേ, ഞാനിവിടെ പാർക്കിംഗ് ഏരിയയിലുണ്ട്. അമർ, ഞാനെന്നാ ഇറങ്ങാം. നീ എന്തേലും ഉണ്ടേ ജസ്റ്റ് മെയിൽ ചെയ്തേക്ക്. ഞാൻ നാളെ ചെക്ക് ചെയ്തോളാം. ആ ഓക്കേടാ, പോയാലോ? ഇനി പോകാം. വെച്ചോ? ഒരു റൈസിനുള്ള ചാൻസ് ഉണ്ടല്ലോ. ചാൻസ് ഉണ്ട് മോനെ. ഞാൻ ഓടിക്കണോ? എന്തിനാ? ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. നീ ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ടൈറ്റ്. ഓക്കെ ഓക്കെ. ഇതിപ്പോഴൊന്നും തീരൂല. നീ എന്തായാലും വണ്ടി സൈഡാക്കാം. ബാക്കി ഇനി ഞാൻ നോക്കിക്കോളാം. എന്നാ ഇനി മോൻ്റെ ഊഴ നീ തന്നെ ചെല്ലും. ഇവർക്ക് നിൻ്റെ അടുത്തുനിന്ന് 2 കിട്ടിയാലേ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? നല്ല ക്ഷീണം. എന്തായാലും ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നീ പോയി ബാക്കി തീരുമാനമാക്കിയിട്ട് പോയാ.
അങ്കിൾ എന്താ ഇവിടെ? എനിക്ക് അവനൊന്ന് കാണണം. ഓ, ചത്തില്ലല്ലേ? നിന്നെ തീർക്കാനായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ മറന്നുപോയി. നീ ഭയങ്കര മോഡലല്ലേ? അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കാൻ ബോഡി ഗാർഡ്സ് കൂടെ കാണുമെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷെ ഇത് നിനക്കൊരു വാണിംഗ് ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ സ്ഥലം വിട്ടണം. ഇനി എൻ്റെ മകൻ്റെ ലൈഫിലോ അതുപോലെ തന്നെ ഹെൻറിയുടെ ലൈഫിലോ നീ വരരുത്. ഇനി അതല്ല, നിനക്ക് എന്നെ എതിർക്കാനാണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ട പോലെ ആവില്ല. എന്നെ നന്നായിട്ട് അറിയാലോ നിനക്ക്. നിന്നെ അത്രത്തോളം സ്നേഹിച്ച ദർശനെ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും നിന്നെ വെറുക്കുന്ന രീതിയിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ നിന്നെ കൊല്ലിക്കാനും എനിക്കറിയാം. അന്ന് ഞാൻ എഴുതിയ സ്റ്റോറിയിലെ വെറും പാവകളായിരുന്നു നിങ്ങൾ. ആ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. എൻ്റെ കൂടെ എൻ്റെ ബോഡി ഗാർഡ് ഉണ്ടെന്ന്. ദേ അങ്ങോട്ട് നോക്ക്, ആയിരിക്കുന്നു എൻ്റെ ബോഡി ഗാർഡ്. ദർശ, നീ എന്തു പറ്റി? എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതിയ സ്റ്റോറിയിൽ വെറും പാവകളായിരുന്നു ഞാനും ഇവനും ഒക്കെ എന്ന്. പക്ഷേ അതിൽ ചെറിയൊരു തിരുത്തുണ്ടല്ലോ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറി അത് വെറും ഇൻ്റർവെല്ല് വരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആ സ്റ്റോറി എഴുതിയത് ഇവനാ. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് അത് എഴുതാൻ പോകുന്നത് ഈ ഞാനാ. നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ കുറച്ച് ഗുണ്ടകളെ കൊണ്ടുവന്ന് എൻ്റെ പപ്പയെ കസ്റ്റഡിയിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഇട്ടെറിഞ്ഞു പോകാൻ മാത്രമുള്ളതാണ് എനിക്ക് ഇവനോടുള്ള സ്നേഹമെന്നോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തത് അന്ന് ഞങ്ങൾക്ക് നിങ്ങളെ എതിർക്കാൻ മാത്രം ക്യാപ്പബിൾ അല്ലാത്തതുകൊണ്ടാണ്. അതുമല്ലാണ്ട് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു നിങ്ങളുടെ പണത്തിന് വേണ്ടിയല്ല ഞാൻ ഇവനെ സ്നേഹിച്ചതെന്ന്. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെക്കാളും ബെറ്ററായി വന്ന് ഇങ്ങനെ നിന്ന് എനിക്ക് പറയണമായിരുന്നു. എനിക്ക് വേണ്ടത് ഇവനെയാണ്, ഇവൻ്റെ സ്നേഹം മാത്രമാണെന്ന്. ഇന്ന് എനിക്കതിന് കഴിയും. ഇന്ന് അവൻ്റെയോ നിങ്ങളുടെയോ ഒരു ക്യാഷും കൂടാതെ തന്നെ അവനെ പൊന്നുപോലെ നോക്കാൻ എന്നെക്കൊണ്ട് കഴിയും. കേട്ടല്ലോ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞങ്ങൾ വെയിറ്റ് ചെയ്തേ. സോ ഇനിയും ഞങ്ങളുടെ വഴിയിൽ കുറുകെ വരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഈ സ്റ്റോറിയിലെ ക്ലൈമാക്സ് ഞാൻ ഒന്നുകൂടി തിരുത്തി എഴുതും. നിങ്ങളുടെ രക്തം കൊണ്ടാണെന്ന് മാത്രം. നിങ്ങളെന്ത് കരുതി? ഹെൻറിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും ചേർന്ന് കളിച്ച നാടകം എനിക്ക് മനസ്സിലായില്ലെന്നു. ഞാനും ഇതിനു വേണ്ടി തന്നെ ആയിരുന്നു വെയിറ്റിംഗ്. ഹെൻറിയെ കൊണ്ടുവരാനല്ല, ഇവനെ നാട്ടിലെത്തിക്കാൻ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതയാ എനിക്ക് ജന്മം നൽകാൻ കാരണക്കാരനായവൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ കെട്ടിപ്പൊക്കിയതെല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുപോയി തിന്നു. വേണേ ഇനിയും തരാം, എത്ര വേണേലും. പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ കയറി ഇനി വരരുത്. ആൻഡ് വൺ മോർ തിങ്, ഇന്നു മുതൽ ഐ ആം നോട്ട് ദർശൻ ഡേവിഡ്, ഐ ആം ദർശൻ ലിയോ വിൻസെൻ്റ്. ഇറ്റ്സ് ഒഫീഷ്യൽ. കാരണം 5 വർഷം മുന്നേ ഇവനിവിടുന്ന് രാജ്യം വിട്ടുപോയത് നിങ്ങൾ കൊടുത്ത ചെക്ക് കൊണ്ടല്ല, ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കൊണ്ടാണ്. ഇനി നിങ്ങൾക്കെന്നല്ല ആർക്കും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല. ആ, നിങ്ങൾ വന്നോ? നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല പപ്പ, ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ഈ കുരിപ്പ് ഇവിടെ ഉണ്ടായിരുന്നോ? നിക്കടാ അവിടെ. നീ എന്നെ വിളിച്ചോ? ഞാൻ മാത്രമല്ല, വേറെയും ചിലരും കൂടി ഉണ്ട് ഇവിടെ. ആ, നിങ്ങളും ഉണ്ടോ? നിങ്ങളെ പറ്റി ഞങ്ങളിന്ന് ഈവനിങ് വന്നു. ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവനും കൂടി എൻ്റെ കൂടെ പോന്നു. ഹെൻറി എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് സ്റ്റോറി അല്ലാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ബാക്കി കൂടി പറഞ്ഞിട്ട് പോയാൽ മതി.
പപ്പയോട് ചോദിച്ചോ, പപ്പ പറഞ്ഞു നിങ്ങളായിട്ട് പറയും. അന്ന് നീ ദർശനം വേണ്ടാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെന്താ സംഭവിച്ചത് നിങ്ങൾക്കിടയിൽ? ബാക്കി സ്റ്റോറി ഇനി ഞാൻ പറയാം. അന്ന് നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഷാനു, അതെ, കരഞ്ഞു കഴിഞ്ഞ് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യൂ. വിച്ചു, ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കാതെ വന്ന് പിടിയടാ. ഇതൊന്നും എനിക്ക് വലിയ ശീലമില്ലാത്തതാ. ആ ആ ഹോ, എന്ത് വലിയ മതിലാ. ഇനിയെങ്കിലും നിന്റെ തന്തപ്പിടിയോട് മതിലൊക്കെ കെട്ടുമ്പോൾ കുറച്ച് താത്തി കെട്ടാൻ പറയണേ. മനുഷ്യന്റെ നടു ഒടിഞ്ഞു. അതുപോലെ ആ പാവം മിണ്ടാപ്രാണികളായ ആ പട്ടികളെ ഒന്ന് ഉറങ്ങാൻ വിടാനും കൂടി പറയണ്ടേ. എന്തിനാ അവരെങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ? എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? നീ എന്നെ കണ്ടിട്ടില്ല. വിച്ചു വിച്ചു, ഏയ് അവര് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നെ അവർ തല്ലിയതിലാണോ നിനക്ക് വിഷമം? ഞാൻ നിന്നെ ചതിച്ചിട്ട് പോയതിൽ നിനക്കൊരു ദേഷ്യമില്ലേ? നീ എന്നെ ചതിച്ചിട്ട് പോവാനോ? എൻ്റെ വിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നോട്. ഞാൻ നിന്റെ മുഖത്ത് നോക്കിയല്ലേ നിന്നെ വേണ്ടാന്ന് പറഞ്ഞേ. നിന്റെ കൺമുന്നിൽ നിന്നല്ലേ നിന്റെ പപ്പയുടെ കാശും വാങ്ങി ഞാൻ പോയേ. എന്നിട്ടും നീ എങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ചതിക്കില്ലാന്ന്? നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ എന്നെ? എന്നെക്കാളേറെ എനിക്കറിയാം അതെല്ലാം എൻ്റെ പപ്പ നിന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന്. അല്ലെങ്കിൽ നിനക്ക് അതിൻ്റെതായ എന്തെങ്കിലും റീസൺ കാണുമെന്ന്. അല്ലാതെ നീ ഒരിക്കലും അങ്ങനെ ഒന്നും എന്നോട് ചെയ്യില്ല. പിന്നെ എന്തിനാ നീ കരഞ്ഞേ? അത് പിന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് ഓർത്തപ്പോൾ, ഇനി നീ ഇവിടെ വിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, ഇനി ഒരിക്കലും നിന്നെ കാണാൻ പറ്റില്ലെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഒരുപാട് കരഞ്ഞോ? എന്തിന്? നിന്നെ അങ്ങനെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പോകണേൽ നിന്റെ ഈ വിച്ചു മരിക്കണം. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞതേ എന്നും പറയാനുള്ളൂ. എന്തിൻ്റെ പേരിലായാലും എന്തൊക്കെ സാഹചര്യം വന്നാലും നിന്നെ ഞാനിനി ഒറ്റക്കാക്കില്ല. പിന്നെ എന്തിനാ നീ കരഞ്ഞേ? ഞാനോ? എപ്പോ? ഞാൻ കണ്ടതാ. നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നിന്റെ കണ്ണിൽ ഞാൻ കണ്ടതാ നിന്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന്. നിന്നെ കരയിപ്പിച്ചല്ലോ എന്നോർത്ത്. ഇഡിയറ്റ്. എൻ്റെ പപ്പയെ നിന്റെ പപ്പയുടെ ആൾക്കാർ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. വിച്ചു, പപ്പ നമുക്കിവിടെ എങ്ങോട്ടെങ്കിലും പോവാൻ വെച്ചു. അതാ നല്ലത്. വാ, നമുക്ക് എങ്ങോട്ടേലും പോവാം. അത് വേണ്ടടാ. ഇപ്പോൾ നിന്റെ പപ്പയുടെ മുന്നിൽ നിനക്ക് എന്നെ വെറുപ്പാണ്. അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഈ സ്റ്റോറി തുടങ്ങി വെച്ചത് നിന്റെ പപ്പയുടെ സ്ക്രിപ്റ്റിലാണ്. പക്ഷേ ഇത് ഇനി അവസാനിക്കുന്നത് നമ്മുടെ സ്ക്രിപ്റ്റിലാണ്. നീ നോക്കിക്കോ, ഇനിയുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത് ഞാനാ. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് മാത്രം ഞാൻ നിനക്ക് വിട്ടുതരും. അത് എങ്ങനെ ആവണം എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. നാളെ എൻ്റെ പപ്പയും കൂട്ടി ഞാൻ ഇവിടുന്ന് പോവാം. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. നിൻ്റെ പപ്പയുടെ പണത്തിനും പദവിക്കും മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കാപ്പബിളായി തന്നെ ഞാൻ തിരിച്ചു വരും. എന്നിട്ട് നിൻ്റെ പപ്പയുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം, അയാളുടെ പണത്തിനോ പദവിക്കോ വേണ്ടിയല്ല ഞാൻ നിന്നെ സ്നേഹിച്ചതെന്ന്.
നിന്നെ എൻ്റെ കൂടെ കൂട്ടിയതല്ല. എനിക്ക് നിന്നെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും അയാളുടെ ഒരു പണത്തിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം. എനിക്കും പ്രൂവ് ചെയ്യണം അയാളുടെ പണം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന്. അപ്പോൾ ഇനി നമ്മൾ ഇനി കാണില്ലേ? ഇപ്പോൾ കുറച്ച് അകന്നിരുന്നാലും പിന്നീട് ജീവിതകാലം മുഴുവൻ നമുക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്താൽ മതി. പിന്നെ നാളെ ഞങ്ങൾ പോണതിൻ്റെ മുന്നേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. അതുകൊണ്ട് നീ നാളെ എങ്ങനെയും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ വരാം, എവിടെയാന്ന് പറഞ്ഞാൽ മതി. വിച്ചു, ആ ഷാനു, സമയം കളയാൻ നീ വന്നേ. ഇത് എങ്ങോട്ടാ? നീ വാ. ഇത് നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പേഴ്സാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നിന്നെ അങ്ങനെ തനിച്ചാക്കി പോവാം എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ. ഇന്ന് നമ്മുടെ മാരേജാണ്. എനിക്കറിയാം ഇത് പെട്ടെന്നാണെന്ന്. നമ്മുടെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. ഇനി നിൻ്റെ പപ്പ വേറെ വല്ലതും പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നിന്നെ എൻ്റേത് മാത്രമാക്കണം. ലീഗലി ഇനി ഞാനായിരിക്കണം നിൻ്റെ ഗാർഡിയൻ. അതിനു വേണ്ടിയോ? Will you marry me? Of course, yes. Thank you so much for being with me. അത് ഞാനല്ലേ പറയല്ലേ, നീ എൻ്റെ കൂടെ നിൽക്കുന്നതിന്. അപ്പോൾ ഹെൻറി, നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ലിയുടെ കൂടെ പോയത്? എനിക്കറിയാമായിരുന്നു. അങ്കിള് പറഞ്ഞ പോലെ പണത്തിൻ്റെ പേരിലാണ് അവൻ ഇതെല്ലാം ചെയ്തതെങ്കിൽ അത് അവനക്ക് എന്നോടാകാമായിരുന്നു. അതുമല്ല, കുഞ്ഞുനാൾ മുതൽ കാണാൻ തുടങ്ങിയത് അവനെ ഞാൻ. എനിക്കറിയാം അവൻ എന്താണെന്നുള്ളത്. എന്തു തന്നെയായാലും ദർശനം വിട്ടുകൊടുക്കില്ല എന്നുള്ള ലിയുടെ പ്രോമിസും തന്നേക്കാൾ കൂടുതൽ ലിയെ വിശ്വാസമാണെന്നുള്ള ദർശൻ്റെ വാക്കുകളോ ആയിരുന്നു അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് ദർശനായിരുന്നു. ഞാൻ കരുതിയത് ഈ ലോകത്ത് ലിയെ മനസ്സിലാക്കാൻ എന്നെക്കാളും കൂടുതലായിട്ട് ആർക്കും കഴിയില്ല എന്നാണ്. പക്ഷേ അവനക്ക് ലിയോടുള്ള വിശ്വാസം അത് അത്രമാത്രമുണ്ട്. അന്ന് ഞാൻ ശ്യാമിനോട് വൈകിട്ട് ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ മൈൻഡിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇവരുടെ സ്നേഹത്തിന് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ലിയോയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. സോ അതെനിക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം ശ്യാമിനോടൊപ്പം ജീവിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോയതിൻ്റെ ശേഷം ഒരു 2 months ആയപ്പോഴേക്കും ലി എല്ലാ കാര്യങ്ങളും ശ്യാമിനോട് വിളിച്ച് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അവൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒരു ബെറ്റർ കരിയർ ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ മാരേജ്. അപ്പോൾ നിങ്ങളും ഇവരുടെ മാരേജ് കഴിഞ്ഞത് എനിക്ക് ഓൾറെഡി അറിയാം. ഞാനും ലിയോ അല്ലായിരുന്നു അത് നടത്തി കൊടുത്തേ. പക്ഷെ നിങ്ങൾ എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. യു ഗൈസ് ആർ റിയലി അമേസിങ്. നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി 5 വർഷം നിങ്ങൾ ഫൈറ്റ് ചെയ്തു, ഒരു നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുത്തു. ഇപ്പം നിങ്ങൾ പ്രൂവ് ചെയ്തു നിങ്ങളുടെ സ്നേഹം എത്രത്തോളമാണെന്നുള്ളത്. എത്ര വർഷം എടുത്താലും ഈ ലോകത്താർക്കും നിങ്ങളെ പിരിക്കാൻ കഴിയില്ലെന്ന്.